Hello. Welcome to Market Discussion of the Day. Today, May 20th, 2026. വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച. ഓക്കെ, സോ നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് അറിയാം, നമുക്ക് ഇന്നലെ ഒന്നും കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പോവാം. ഇന്നലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസാണ് അല്ലേ. സോ ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് ഇന്നലെ ഞാൻ നമ്മുടെ കോഴ്സ് എടുത്തപ്പോൾ ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തതാണ്. ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് മെഷേഴ്സ് ദ മന്ത്ലി ഷിഫ്റ്റ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ക്ലെയിമിംഗ് ഫോർ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ്. ഓക്കെ, സോ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഒരു മന്തിൽ എത്ര പേര് എന്ത് ചെയ്തു, ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അടുത്ത് പോയി എന്നുള്ളതാണ്. ഓക്കെ, സോ അതിൻ്റെ ആക്ച്വൽ ഇന്നലെ വന്നപ്പം കഴിഞ്ഞ വട്ടം 4900 പേര് മാത്രമായിരുന്നു ക്ലെയിമിന് പോയതെങ്കിൽ ഈ മാസം 26,500 പേരാണ് ഗവൺമെൻറ്റിന് അൺഎംപ്ലോയ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞ് ക്ലെയിമിന് പോയത്. സോ ഇതിൻ്റെ മീനിങ്, കൂടുതൽ ആൾക്കാർ ക്ലെയിമിന് പോയി എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് UK ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അല്ലേ. സോ അതിലൂടെ UK അല്ലെങ്കിൽ GBP USDയുടെ വാല്യൂ താഴോട്ടാണ് പോകേണ്ടത്. ഓക്കെ, പോയോ എന്ന് ചോദിച്ചാൽ ഇന്നലെ പോയിട്ടില്ല, പക്ഷേ എക്കണോമിക്കലി പോകേണ്ടത് അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 23.1K ആയിരുന്നു ഫോർകാസ്റ്റ്. സോ ഫോർകാസ്റ്റ് അതായത് വിദഗ്ധന്മാർ ഓൾറെഡി ഫോർകാസ്റ്റ് ചെയ്ത വാല്യൂവും നമുക്ക് ഓൾറെഡി വന്ന വാല്യൂവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ വലിയൊരു ഫോള് ഇന്നലെ GBP ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഇന്നലെ വൈകുന്നേരം ബിൽഡിംഗ് പെർമിറ്റ്സ് ഉണ്ടായിരുന്നു. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ ഇന്നത്തെ നമ്മളുടെ ന്യൂസ് നോക്കാം. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള FOMC മിനിറ്റ്സ് ഉണ്ട്, മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് വൈകുന്നേരം ഒരു 5:30-6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ക്യാപിറ്റൽ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണ്, വൈകുന്നേരം 5:30-6 മണിക്ക് മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, അതേപോലെ 11:30 മണിക്ക് നമുക്ക് GBP നിന്ന് CPIയുടെ ന്യൂസ് ഉണ്ട്. GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതും എൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെയാണ്. ഓക്കെ, സോ കമ്മിങ് ടു നമുക്ക് നാളത്തെ ന്യൂസോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, കാരണം ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാനായിട്ട്. സോ നാളെ നമുക്ക് എന്താണുള്ളത്, നാളെ നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, ബിൽഡിംഗ് പെർമിറ്റ്സ്, അങ്ങനെ കുറച്ച് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസ് ഉണ്ട്, ബിൽഡിംഗ് പെർമിറ്റ്സിൻ്റെ ന്യൂസ് ഉണ്ട്, ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI ഉണ്ട്. അങ്ങനെ കുറച്ച് അധികം ന്യൂസുകൾ വരുന്നുണ്ട്. പക്ഷേ എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ അല്ല. ഓക്കെ, സോ ഈ ആഴ്ച തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഇന്ന് രാത്രി ഇന്ത്യൻ ടൈമിംഗ് 11:30 മണിക്ക് വരാൻ പോകുന്നത്. എന്ത്, FOMC മിനിറ്റ്സ്, മീറ്റിംഗ് മിനിറ്റ്സ് എന്ന് പറയുന്ന ന്യൂസ്. ഓക്കെ, സോ അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വലിയൊരു ഷിഫ്റ്റൊക്കെ മാർക്കറ്റിലുണ്ടാവും, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ. സോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ചെയ്യാൻ. വൈകുന്നേരം 5 മണിക്ക് മുന്നേ 6 മണിക്ക് മുന്നേ ആയിട്ട് എല്ലാ ട്രേഡ്സിൽ നിന്നും അവസാനിപ്പിക്കുന്നത് തന്നെയായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നല്ലത്. ഓക്കെ, സോ എനിവേസ് കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഓക്കെ, സോ നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്നലെ വലിയൊരു ഡ്രോപ്പ് ഗോൾഡിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം അല്ലേ. 4000 ഓൾമോസ്റ്റ് ഇന്നലെ നമുക്ക് എവിടെയായിരുന്നു മാർക്കറ്റ്, 4530-34 നിന്നുകൊണ്ടിരുന്ന ഗോൾഡ് ഒറ്റ സിംഗിൾ 1 അവർ ക്യാൻഡിലോട്ട് 4464 വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനകത്ത് GMT ടൈമിംഗ് ഓൾമോസ്റ്റ് 4 മണിക്കായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് ഒരു 5:30-6 മണിക്ക് ഉള്ള ക്യാൻഡിൽ, 6:30-ക്കുള്ള ക്യാൻഡിലൊക്കെ ആയിരിക്കാം. ഓക്കെ, വലിയൊരു താഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ഓക്കെ, സോ ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്തു എന്താണ്, ഒരു എന്താ പറയുക, പ്ലാൻഡ് മിലിറ്ററി സ്ട്രൈക്ക് ഇൻ ഇറാൻ പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബിക്കോസ് ഓഫ് ദ അപ്പീൽ ഫ്രം മിഡിൽ ഈസ്റ്റ് ലീഡേഴ്സിൻ്റെ അപ്പീൽ കാരണം ഇറാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉള്ള പ്ലാൻഡ് ആയിട്ടുള്ള മിലിറ്ററി അറ്റാക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ വൺ ഓഫ് ദ
അനൗൺസ്മെൻറ്റ് ആണ് വൺ ഓഫ് ദ റീസൺ ഗോൾഡ് താഴോട്ട് പെട്ടെന്ന് പോകാനായിട്ട്. അതേപോലെ തന്നെ എന്താ പറയുക, PPI പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് ഇന്നലെ വന്നതല്ല. സോ എനിവേയ്സ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്താ വെച്ചാൽ എന്താണ്, ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് ലോങ്ങർ ടേമിലോട്ട് നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കാനാണ് പോസിബിലിറ്റി ഉള്ളത് എന്നുള്ളൊരു റീസൺ കാരണം എന്ത് സംഭവിച്ചു, അതും വൺ ഓഫ് ദ റീസൺ ആണ് ഗോൾഡിൻ്റെ റേറ്റ് താഴോട്ട് പോകാനായിട്ടുള്ളത്. അല്ലെങ്കിൽ 4530 നിന്ന് താഴെ 4460 ലെവലിലോട്ടൊക്കെ ഇന്നലെ വരാനായിട്ടുള്ള 2 റീസൺസ് ആണിത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി നമ്മൾ ഇന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും അതേപോലെ തന്നെ നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ഗോൾഡിലോട്ട് തന്നെ പോകാം. 4469 നിൽക്കുന്നു. സോ ഞാൻ 4469 ഇവിടുന്ന് എന്താണ് ചെയ്യേണ്ടത്, ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ്. ഓക്കെ, സോ 4400 എന്താ പറയുക, സെൽ എൻട്രിയിൽ കൂടുതൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. 4475 4480 റേഞ്ചിൽ കിട്ടിയാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 4492 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് 4440 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി 4430 to 4500 ഇന്നത്തെ റേഞ്ച് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ 4430 അവിടെ സപ്പോർട്ട് ചെയ്താൽ, ഓക്കെ, ഞാൻ പറയുന്നത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, അത് ഓർമ്മ വേണം. സപ്പോർട്ട് ചെയ്താൽ 4430-35 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 4422 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് പോകാം കേട്ടോ. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 4460-65 റേഞ്ചിൽ നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗോൾഡിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മുടെ GBP USD വരാം. GBP USD ഇപ്പോൾ കറണ്ട് റേറ്റ് വന്നിട്ട് 1.3392 നിൽക്കുന്നു. ഓക്കെ, എങ്ങോട്ടാണ് എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് സത്യം പറഞ്ഞാലില്ല. ദ GBP ഈസ് വെയിറ്റിംഗ് ഫോർ ദ CPI ന്യൂസ് വിച്ച് വിൽ ബി കമ്മിങ് അറൗണ്ട് 11:30 ഇന്ത്യൻ ടൈം. ഓക്കെ, 11:30 മണിക്കുള്ള CPIക്ക് വേണ്ടിയിട്ട് GBP വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അത്ര ചെറിയ മൂവ്മെൻ്റാണ് GBPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ 1 മണിക്കൂറുടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സ്ഥിതി എന്നുള്ളൊരു കാര്യം. ഓക്കെ, 2 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ ഹൈലി ബെയറിഷ് ആണ് മാർക്കറ്റ്. ഓക്കെ, ഇന്നത്തെ റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് 1.3330 to 1.3450 ആണ്. ഓക്കെ, ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് 1.3425 ഒക്കെ അടുത്ത് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 1.3460 മുകളിൽ, ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യം. അതേപോലെ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് 1.3455 മുകളിലായിട്ട് 1.3455 ഈ ഒരു പൊസിഷൻ്റെയൊക്കെ മുകളിലായിട്ട് പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് 1.3450 ഈ ഒരു റേഞ്ചിൽ കേട്ടോ. ഓക്കെ, സോ ഇതിൻ്റെ ഒക്കെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ എൻട്രി നമുക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്താൽ കേട്ടോ. ഓക്കെ, ഇതൊരു ബ്രേക്ക് ഔട്ട് ഇതാണ്. വെറുതെ ഒരു ക്യാൻഡിൽ, ഒരു 15 മിനിറ്റത്തുള്ള ക്യാൻഡിലൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു ചാടി കയറി ഇറങ്ങരുത്. അറ്റ്ലീസ്റ്റ് ഒരു 1 hour ക്യാൻഡിലൊക്കെ അതിൻ്റെ മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ഒരു എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അപ്പം നമുക്ക് നേരെ നമ്മുടെ JPY അണ്ണനിലോട്ട് പോവാം. USD JPY 158.93. ഓക്കെ, നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ് മാർക്കറ്റാണ് GBP USD. ഓക്കെ, സോ ബേസിക്കലി ബൈ എൻട്രി ആണ്, ബൈ എ ഡിപ്പാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 158.40 അവിടെ കിട്ടിയാൽ, അതായത് കുറച്ചുകൂടെ താഴെ വന്ന് കിട്ടണം. സോ 158.40 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 157.90 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടും പാലിച്ച് പോകേണ്ടത്. ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയോട് ജസ്റ്റ് പറഞ്ഞു പോവാം. 159.80 ആ ലെവലിലൊക്കെ
ഓക്കെ 160 റേഞ്ചിലോട്ടൊക്കെ അവിടുന്ന് റിജക്ഷൻ ഉണ്ടായാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടിട്ടും യാതൊരു തെറ്റുമില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, ശരി, നമുക്ക് നേരെ നമ്മളുടെ ഏതിനകത്താണ് നമ്മളുടെ യൂറോ USD വരാം. 1.15988 നിൽക്കുന്നു. ഓക്കെ, വളരെ ചെറിയ മൂവ്മെൻ്റ് ആണ്. സോ ഇന്ന് വളരെ ബെയറിഷാണ് മാർക്കറ്റ്. ഓക്കെ, 1.1600 താഴെയായിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് 1.1540 to 1.1640 ആണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഒന്നും കൂടെ നമ്മുടെ എന്താണ് 1.1620 അടുത്ത് വെച്ചിട്ട് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം 1.1615 ആ റേഞ്ചിലോട്ടൊക്കെ. സോ അവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 1.1645 അവിടെ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് നമ്മൾ 1.1550 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഒരു ബൈ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ 1.1540 അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 1.1490 താഴെ സ്റ്റോപ്പ് ലോസ്. TP വന്നിട്ട് 1.1600 അടുത്തായിട്ട് നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമ്മളുടെ എന്താ പറയുക, നിങ്ങൾ നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിലോട്ട് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിലുള്ള സിഗ്നൽസ് എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, അതിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുക. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചാൽ ഞാൻ അതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾ നല്ല ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം നല്ല ബ്രോക്കേഴ്സ്. അങ്ങനെ ഞാൻ ത്രൂ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഡയറക്റ്റ്ലി ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈഫ് ലോങ് സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന സിഗ്നൽ ചാനലിലോട്ടുള്ള ഒരു VIP ചാനലിലോട്ട് നിങ്ങൾക്ക് വളരെ എൻട്രിയും അതിനകത്ത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും goodbye.